നമുക്കിനെ ഉദ്ദേശിച്ചിരിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ വചന ഭാഗത്തില് പ്രത്യേകമായിട്ട് എല്ലാ വചനവും നമ്മൾ വിശ്വസിക്കുന്നത് വഴിയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അല്ലെ? വിശ്വസിക്കാതെ നമുക്ക് സംരക്ഷണം കിട്ടുമോ? ഈ വചനഭാഗത്തില് സങ്കീർത്തനം 91:9 നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിൽ നീ വാസമുറപ്പിച്ച് നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. അപ്പൊ നമുക്ക് ഒരു കംഫർട്ടബിളുള്ള ഒരു സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് എന്ത്? ദൈവത്തിലുള്ള ആശ്രയബോധം. അല്ലെ? ദൈവത്തെ ആശ്രയിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരുപാട് അനുഗ്രഹങ്ങളാണ്. ഒന്നാമത് നമ്മുടെ ജീവന്റെ സംരക്ഷണം, ജീവിതത്തിന്റെ സംരക്ഷണം, കുടുംബത്തിന്റെ സംരക്ഷണം, സമൂഹത്തിന്റെ സംരക്ഷണം, ലോകത്തിന്റെ തന്നെ സംരക്ഷണം ആയി മാറ്റുവാൻ ദൈവമിടയാക്കും. അങ്ങനെയാണല്ലോ ഓരോ വിശുദ്ധരും തന്റെ സ്വന്തം രാജ്യങ്ങൾക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും സമൂഹത്തിന് സഭയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചത്. അല്ലേ? ദൈവസ്നേഹം വരുമ്പോ അവനവനിൽ തന്നെ ഒതുങ്ങില്ല. അവനെ കുറിച്ച് അവൻ തന്നെ മറന്നുപോകും. മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അറിയാതെ അനുഭവിക്കുന്ന ഒരു ദൈവീക അനുഗ്രഹമാണ് ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം. അല്ലേ? ആത്മാക്കളെ കുറിച്ച് ദാഹം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ തന്നെ നമ്മളിലുള്ള ആവശ്യങ്ങളും നമ്മളും മാത്രമായിട്ട് ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? നമ്മുടെ ഓരോ സഹനങ്ങളും ഓരോ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കൃപയാക്കി മാറ്റുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ ഒരാള് വഴി നമ്മൾ വേദനിക്കുകയാണ്. പക്ഷെ നമ്മള് ചിലപ്പോൾ നിസ്സഹായ അവസ്ഥയിലായിരിക്കാം. പക്ഷെ അവരോട് എതിർക്കാനോ അവരോട് അതിന് പ്രത്യുത്തരം കൊടുക്കാനോ പ്രതികാരം ചെയ്യുവാനോ നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഇല്ല. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നിസ്സഹായ അവസ്ഥയാണ്. ഈ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കും. അപ്പോ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കുമായിരുന്നോ? അവിടെയാണ് വ്യത്യാസം. കയ്യിൽ എന്തെങ്കിലും ശക്തിയോ ബുദ്ധിയോ കഴിവോ അധികാരമോ അറിവോ അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ദൈവത്തെ വിളിക്കുന്നതെങ്കിലും ആ സമയം പോലും ദൈവം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റും. അതുകൊണ്ടാണ് ദൈവം എന്താ പറയണത്? ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ, അവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കുവിൻ. കാരണം എന്താണ്? ദൈവത്തിന്റെ അടുത്തേക്ക് വരുവാനായിട്ട് ദൈവം സഹായിച്ച വ്യക്തികളാണ് അവര്. മനസ്സിലായോ? കേൾക്കാവോ? മനസ്സിലാകുന്നുണ്ടോ പറയണത്? നമ്മളെ സഹായിക്കുവാനായിട്ട് നമ്മുടെ മിത്രങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം കൊണ്ടുവരുന്ന ഓരോ ജീവിതങ്ങളാണ് നമ്മുടെ ശത്രുക്കള്. പക്ഷെ നമ്മള് ശത്രുക്കളുടെ ആ ഒരു ശത്രുക്കളിൽ നിന്ന് നമ്മൾ വേദന അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹിതനും സംരക്ഷകനുമായ ദൈവത്തിന്റെ കരുണയിലേക്ക് വരുന്നത്. അതിന് ഞാൻ വാസമുറപ്പിച്ചു. അത്യുന്നതനെ അന്വേഷിച്ചിറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളിലുള്ള ദൈവാനുഗ്രഹങ്ങള് വലുതാണെന്ന് മനസ്സിലാവും. അത് ആര് വഴിയായിരിക്കും? ചിലപ്പോ നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തി വഴിയായിരിക്കാം, വല്ല രോഗങ്ങൾ വഴിയായിരിക്കാം, ചിലപ്പോ സങ്കടങ്ങള്, അപമാനങ്ങള്, അവഗണനകള്, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു കാരണങ്ങൾ മൂലമാണ് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് ഇടയാകുന്നത്. അപ്പോ കാരണങ്ങൾ ചിലപ്പോ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അനുഗ്രഹിക്കണം. കാരണം എന്താണ്? യഥാർത്ഥ സത്യദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് ആ വ്യക്തിയിൽ കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് ദിവസങ്ങളിലൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒത്തിരി നമ്മൾ വേദനിപ്പിച്ചവരൊക്കെ ഉണ്ടാവാം. ഇല്ല, എല്ലാവർക്കും ശത്രുക്കളുണ്ട്. ദൈവത്തോട് അടുക്കുന്തോറും ശത്രുക്കള് ചിലപ്പോ ഏറ്റവും അടുത്ത മിത്രങ്ങൾ തന്നെ ആയിരിക്കാം ശത്രുക്കളാകാനായിട്ട് ഇടയാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കുന്നവരല്ല, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവരിലാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ കീ ഇരിക്കുന്നത്.
അപ്പൊ അവിടെ അവരനുഗ്രഹിക്കുമ്പോ ചിലപ്പോ നമുക്കത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനൊക്കെ ഇത്തിരി പ്രയാസമായിരിക്കും. കാരണം നമ്മള് ആ വേദന അനുഭവിച്ച് കടന്നു പോയതിന്റെ വിഷമമൊക്കെ നമ്മളെ വല്ലാതെ മുറിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഈ മുറിവിൽ കൂടിയാണ് പല ഔഷധങ്ങളും ദൈവം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ദൈവം പ്രത്യേകമായിട്ട് വചനത്തിൽ കൂടി പറയും, ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുത്. ഈ നോമ്പുകാലത്ത് നമ്മൾ വേദനിപ്പിച്ച എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു ആന്തരിക വിശുദ്ധി. അത് നാട്ടുകാരോടൊന്നും കൊട്ടിഘോഷിക്കൊന്നും വേണ്ട. ഞാനും എന്റെ ദൈവവും എന്റെ ആത്മാവും തമ്മിലുള്ള ഈ സ്നേഹ സമ്പർക്കവും സംഭാഷണവും മാത്രം മതി. അത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരാൾ അറിയണ്ട. ഇപ്പൊ നമ്മളുടെ ശത്രുക്കളോട് നമ്മൾ നേരിട്ട് ഇന്ന് മാപ്പ് ചോദിക്കാനൊന്നുമല്ല. കാരണം അതെന്ന് വെച്ചപ്പോ അപകടകരമായ അവസ്ഥയിലേക്ക് പോകാം. പക്ഷെ എന്റെ ഹൃദയം അറിയുന്ന ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആദ്യം ക്ലെയിം ചെയ്യേണ്ടത്. നമ്മൾ കുമ്പസാരിക്കുമ്പോഴൊക്കെ ഈ നോമ്പുകാല കുമ്പസാരങ്ങളിലൊക്കെ ഇതൊക്കെ കുറച്ചുകൂടി അനുഗ്രഹമാക്കി മാറ്റുവാൻ, അത് ആ ഒരു ഹൃദയവിശുദ്ധിയോടുകൂടി അത് ചെയ്യുവാൻ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മേരി ഫിലിപ്പ് പ്രാർത്ഥിക്കും. ഞങ്ങൾ സ്തോത്രഗീതം വായിക്കട്ടോ. കേക്കണ്ടോ? മിനി വായിക്ക്. കേക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്തുതി. നമുക്ക് പറയുന്ന വചനഭാഗം മറിയത്തിന് സ്തോത്രം. തന്റെ ഭക്തന്മാരോട് അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കുന്നു എന്നാണ്. പല ജീവിത സമയങ്ങളിലും ഒത്തിരി ദൈവിക നന്മകളുടെ ജീവിതം, ധാർമ്മിക ജീവിതം, സത്യസന്ധമായ ജീവിതം, സ്നേഹത്തിന് നിലയുറപ്പിച്ച ജീവിതമൊക്കെ നമ്മൾ ജീവിച്ചിട്ടും പക്ഷെ പ്രതിഫലം ലഭിക്കുന്നില്ല. അല്ലെ, ഇന്ന് എന്നെ എന്റെ ഒരു ഫ്രണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താണ് വിശേഷം, സുഖമാണോ, വിശേഷമൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് ഇപ്പത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ മെച്ചപ്പെട്ടിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു, വലിയ പ്രശ്നമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ പരാധീനതകൾ എന്നോട് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിക്കണം, നമുക്കൊക്കെ എന്താ ഇങ്ങനെ, നമ്മൾ എത്ര സത്യസന്ധമായി നിന്നിട്ടും നമുക്ക് വലിയ ഒരു സത്യസന്ധമായി നിൽക്കുന്നവർക്കൊന്നും ഒരു വിലയില്ല ഈ കാലഘട്ടത്തില്. എന്താണ് നമ്മള് ചേച്ചിയൊക്കെ പ്രാർത്ഥിക്കുന്നല്ലേ, എന്നിട്ട് എന്താ രക്ഷപ്പെടാത്ത എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, രക്ഷപ്പെട്ടിട്ടില്ലെന്നാര് പറഞ്ഞു. എനിക്ക് രക്ഷ കിട്ടാതിരിക്കുമ്പോഴാണല്ലോ രക്ഷപ്പെടാതെ പോണത്. നമുക്ക് മരണം വരെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതാണ് ഒരു രക്ഷയുടെ അനുഗ്രഹം, അല്ലെ? നമ്മള് ചില വിശുദ്ധര് മരണം വരെ രോഗിയായി മരിച്ചവരുണ്ട്. അവര് ദൈവത്തോട് ഭയങ്കര ഐക്യപ്പെട്ട് ജീവിച്ചവരാണ്. പക്ഷെ മരണം വരെ രോഗിയായിട്ട് ജീവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിൽ ആത്മാവിനെ സംബന്ധിച്ച് രക്ഷ തന്നെയാണ്, അല്ലെ? ആണോ? ചില ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതും ദൈവഹിത പ്രകാരം നമ്മൾ ആ ഒരു റൂട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അതും നമുക്ക് രക്ഷയാണ്. ചില നിന്ദനങ്ങളുടെയും ചില ജീവിതങ്ങള് ഒരുപാട് സഹിച്ചും വേദനിച്ചും നിന്ദിച്ചും അപമാനിക്കപ്പെട്ടും വീടുകളിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര്. കുറെ പേര് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, നീതി ലഭിക്കുന്നില്ല, നീതി എത്ര പ്രാർത്ഥിച്ചിട്ടും നീതി ലഭിക്കുന്നില്ല.
എത്ര അധ്വാനിച്ചിട്ട് നീതി ലഭിക്കുന്നില്ല, എത്ര സത്യസന്ധമായി നിന്നിട്ട് നീതി ലഭിക്കുന്നില്ല. പക്ഷെ അവരുടെ നില ഉറപ്പിക്കുന്ന ആ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറുന്നുമില്ല. അപ്പോ അതിനെല്ലാം ഉത്തരം ദൈവം കൊടുക്കാൻ ഉത്തരവാദിയാണ്, അല്ലെ? നീതിമാന്റെ മാർഗം എപ്പോഴും ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നു. ദൈവം കാണുന്നുണ്ട്. അപ്പോ ചിലപ്പോ ദൈവം നിശ്ചയിക്കുന്നുണ്ടാവും, ഇത്രയും കാലം ഇവൻ ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടതെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് അതെടുത്ത് മാറ്റാനൊന്നും പറ്റുന്നില്ല. അതുവഴി എന്താണ് ദൈവം പദ്ധതി ആക്കി വെച്ചിരിക്കുന്നത് അത് നടപ്പാക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ യഥാർത്ഥ പദ്ധതി എന്താന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയാമായിരുന്നെങ്കിൽ നമ്മള് ഏത് അവസ്ഥയെയും നമ്മൾ തരണം ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം, ഇപ്പൊ നമ്മളോട് ദൈവം ഇങ്ങനെ ഒരാൾ പറയാണ്, ദൈവകൃപയുള്ള ഒരു വ്യക്തി പറയാണ്, നീ ഇങ്ങനെ ജീവിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുണ്ടാവും? ഓ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയോ? ഇല്ല. ചില സാഹചര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ചിലപ്പോ നീ ഈ സഹനം ഏറ്റെടുക്കണമെന്നാണ് ദൈവഹിതം എന്ന് ഒരു വ്യക്തി പറയുകയാണ്. സഹനമായതുകൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടാവും, അല്ലെ? ഉണ്ടാവില്ലേ? പക്ഷെ സന്തോഷമാണെങ്കിലോ, നീ ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കണമെന്നാണ് ദൈവഹിതം എന്ന് ഒരു വിശുദ്ധരോട് ഇതുവരെട്ടും പറഞ്ഞിട്ടില്ല, അല്ലെ? സഹനങ്ങളുടെ അനുഗ്രഹമാണ് സന്തോഷമാക്കി മാറ്റേണ്ടത് എന്നാണ്. പരിശുദ്ധ അമ്മയുടെ സന്തോഷത്തിന്റെ രഹസ്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തരി സന്തോഷത്തിന്റെ കാര്യവും പോലും പറയുന്നില്ല. എല്ലാ ഭീകരമായ സങ്കടങ്ങളും വേദനകളും നിസ്സഹായമായ സഹനങ്ങളുടെ നെറുകയില് ആണ് അമ്മ സന്തോഷത്തിന്റെ രഹസ്യം എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളത് ഇപ്പൊ ഇങ്ങനെ ബൈഹാർട്ട് ആയതുകൊണ്ട് ഒന്നാമത്തെ രഹസ്യത്തിൽ എന്താണ്? പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിക്കുകയാണ്. ഒരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ദൈവത്തിന്റെ രക്ഷകരെ സ്വീകരിക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് ഗബ്രിയേൽ മാലാഖ വന്ന് ചോദിക്കുകയാണ്. ഒന്നും നോക്കാതെ, മുമ്പും പിമ്പും നോക്കാതെ ആമേൻ പറയുന്നു. നമുക്കറിയാലോ, നമ്മുടെ വീടുകളില് അവിഹിതമായിട്ടുള്ള ഒരു ഗർഭധാരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും, അല്ലെ? ഭയങ്കരമായ ഒരു ഭീകരതയായിരിക്കും ആ കുടുംബം മൊത്തം. പക്ഷെ ആ ഒരു ഭീകരതയെ കുറിച്ച് മനുഷ്യരുടെ ഹൃദയം തുറക്കപ്പെടാൻ വേണ്ടിയാണ് അത് മറച്ചു വെച്ചേക്കുന്നത്. ഇതൊരു കഥ പോലെ വായിച്ചു പോവുകയാണ് പലപ്പോഴും നമ്മള് രഹസ്യങ്ങൾ, അല്ലെ? നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നമുക്ക് നേരം. നമ്മൾ ജപമാല തന്നെ ഇടിച്ചു പൊളിച്ചാണ് ചൊല്ലിപ്പോകാറുള്ളത് സാധാരണ. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോ എങ്ങനെ ഇതൊക്കെ ധ്യാനിക്കാനായിട്ട് സമയം കിട്ടണത്? അപ്പൊ നമുക്ക് അവിടെ സമയം കിട്ടുന്നില്ല. പക്ഷെ ഒന്നാമത്തെ രഹസ്യത്തിൽ ഇത്രമാത്രം വലിയൊരു രക്ഷയാണ് അമ്മയുടെ വാഗ്ദാനം. ആമേൻ എന്ന വാക്ക് നമുക്കറിയാലോ. ഇന്നിപ്പോ ഞാൻ കർത്താവിനോട് പറയാണ്, ഞാൻ ഇന്റർനെറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഞാനിങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞാന്ന്. ഫാസ്റ്റിങ്ങിന് ഇന്റർനെറ്റ് ആണ് ഫാസ്റ്റിംഗ് ആയിട്ട് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവുന്നു. പക്ഷെ നമ്മൾ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിന്? ഇല്ല. നമ്മളിപ്പോ സൂം തന്നെ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഇന്റർനെറ്റ് വേണം, നെറ്റ് വേണം, നെറ്റ്വർക്ക് വേണം. പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യമല്ലാതെ ഇപ്പൊ നമുക്ക് ശ്വാസം എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെ? നമുക്ക് നമ്മുടേതായ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇതൊന്നും നമ്മള് ഒന്നുമില്ലാതെ ഞാൻ ഈ 40 ദിവസം ഞാൻ നോമ്പിലാണെന്ന് പറഞ്ഞ് ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരുന്നു കഴിഞ്ഞാൽ അത് ദൈവസ്നേഹത്തിന്റെ ഒരു അടയാളമാണെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? മനുഷ്യന്റെ കർത്തവ്യങ്ങള്, കർത്താവ് പറയുന്നത് നിന്റെ കർത്തവ്യങ്ങൾ നീതിനിഷ്ഠയോടുകൂടെ പ്രവർത്തിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി നിർവഹിക്കുന്നതിലാണ് ദൈവഹിതം നിലകൊള്ളുന്നത്, അല്ലെ? അപ്പോ ഇങ്ങനെ നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ഓരോ മേഖലകളിലുണ്ട്. ചിലപ്പോ ഒരുപാട് സാമ്പത്തികമായ നല്ല നിലയിലെ ജീവിതങ്ങളില് ഉള്ളില് വലിയ ഭീകരമായ സങ്കടങ്ങളുടെ ഒരു വലിയ കെട്ടും ഭാണ്ഡവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്.
അതുപോലെ രോഗാവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. ഒരുപാട് സാമ്പത്തികമായ നല്ല നിലയുള്ളവരുടെ ജീവിതങ്ങളില് പരമദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ഒരു കാര്യത്തിനും ഒരു സ്വാതന്ത്ര്യമില്ല. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കണമെങ്കിൽ തന്നെ ആരെങ്കിലും ഒക്കെ കനിയണം, ആരെങ്കിലും ഒക്കെ ധർമ്മം കൊടുക്കേണ്ട ഒരവസ്ഥ പലർക്കും അങ്ങനെയുണ്ട്. ഞാന് ഈ ചാരിറ്റിയുടെ നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല ജോലിയുള്ള ആൾക്കാരാണ്. പക്ഷെ ഹസ്ബൻഡ് ഒരു രൂപ പോലും എടുക്കാൻ അനുവദിക്കില്ല. അവര് ജോലി എടുത്ത് കൊടുക്കുകയാണ്, പക്ഷെ ഒരു രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ അപ്പ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ വരുന്ന പണം അവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ട് അവർ ശരിക്കും പറഞ്ഞ ഒരു ദാരിദ്ര്യത്തിലാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ എത്രയോ കുടുംബജീവിതങ്ങള് ജീവിക്കുന്നു. ഈ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥ തന്നെ ഒരു വലിയ പരമദാരിദ്ര്യ അവസ്ഥയാണ്. അപ്പൊ എന്താ പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തരുടെ മേൽ സകല തലമുറകൾ തോറും കരുണ വർഷിക്കും. ഭക്തിയുള്ള ജീവിതം എന്ന് പറഞ്ഞാല് എന്താണ്? ദൈവഭയവും ദൈവസ്നേഹവും ഉള്ള ഓരോരുത്തരെയും നോക്കിയാണ് കർത്താവ് പറയുന്നത്. അല്ലാണ്ട് ഒരുപാട് സമ്പത്തും കഴിവും അല്ല പാരമ്പര്യവും അറിവും ശക്തിയും അല്ലെങ്കിൽ ഒരുപാട് വരങ്ങളുള്ളവരെ നോക്കിയൊന്നും അല്ല കർത്താവ് പറയാം. എന്താണ്? എന്തിനെ നോക്കിയാണ്? എന്ത് നോക്കിയിട്ടാ പറയുന്നത് ദൈവം നമ്മളോട്? ഒന്നും നോക്കാണ്ടാണോ പറയുന്നത്? കേൾക്കുന്നില്ല. കേട്ടില്ല. നമുക്ക് എന്ത് നോക്കിയിട്ടാണ് ദൈവം നമ്മളെ ഈ ഒരു അനുഗ്രഹം തരാന്ന് പറയണത്? തലമുറകൾ തോറും അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് എന്ത് നോക്കിയിട്ടാണ്? നമ്മുടെ പ്രവൃത്തികള്. നമ്മുടെ ഭയവും ഭക്തിയും സ്നേഹവും നോക്കിയിട്ടാണ്. മനസ്സിലായോ? ഭയം ഉണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവും, ഭക്തി ഉണ്ടെങ്കിൽ എന്തുണ്ട്? സ്നേഹം ഉണ്ടാവും, സ്നേഹം ഉണ്ടെങ്കിൽ ആത്മാർത്ഥത ഉണ്ടാവും, വിശ്വസ്തത ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ കണക്റ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും, അല്ലേ? വിശുദ്ധി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാം അത് എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ്. അപ്പൊ ദൈവ ഭയവും ഭക്തിയും ദൈവഭക്തിയുള്ളവരെ തലമുറകൾ തോറും അനുഗ്രഹിക്കുന്ന പറഞ്ഞേക്കും. തലമുറകൾ തോറും അനുഗ്രഹം വർഷിക്കും എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ വെറുതെ വർഷിക്കുന്നതാണോ? വെറുതെ കൊടുക്കുന്നതല്ല. അതിന്റെ ഞാൻ അധ്വാനിക്കുന്നതിന്റെ ഫലമാണ് എന്റെ തലമുറകൾ അനുഭവിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് എന്റെ തലമുറകൾ അനുഭവിക്കാൻ ദൈവം തരുന്നത്. ഇനിയിപ്പൊ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വേണ്ടാന്ന് പറഞ്ഞാൽ കർത്താവ് തിരിച്ചെടുക്കും. നമുക്കറിയാലോ ദാവീദിന്റെ പാരമ്പര്യം അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്. ദാവീദിന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു പോയെങ്കിലും കർത്താവ് അവസാനം വരെ ആ സിംഹാസനത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടു പോകാതെ പരിപാലിച്ചു. അവസാനത്തെ രാജാവ് ആരായിരുന്നു? അവസാനത്തെ രാജാവ് ഈശോ തന്നെ. യേശുവാണ് അവസാനത്തെ രാജാവ്. സിംഹാസനത്തിന്റെ രാജകീയ സിംഹാസനത്തിന്റെ രാജാവ് ആദ്യവും അന്തവുമായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോ നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു രാജാവില്ല. ദൈവകൃപയുടെ ഏറ്റവും വലിയ രാജാവ് ഈ ഒരു രാജാവാണ്. പക്ഷെ ദാവീദ് തെറ്റ് ചെയ്തു, ദാവീദിന്റെ മകൻ തെറ്റ് ചെയ്തു, അല്ലെ? ദാവീദിന്റെ കൊച്ചുമകൻ തെറ്റ് ചെയ്തു. പക്ഷെ സിംഹാസനത്തിന്റെ പ്രൗഢി പോകാനായിട്ട് ഒരുപാട് ഇടയായിട്ടുണ്ടെങ്കിലും ദൈവം തന്റെ വാഗ്ദാനം അവരുടെ മുമ്പിൽ നിലനിർത്തി. ആരുടെ കൃപയിലായിരുന്നു? ആരുടെ സ്നേഹത്തിന്റെ പുറത്തായിരുന്നു? ദാവീദിനോടുള്ള സ്നേഹത്തെ. ദാവീദിന് കൊടുത്ത വാഗ്ദാനം. ദാവീദ് എന്തൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്കറിയാലോ, ഒരുപാട് നല്ല ജീവിതങ്ങളൊക്കെ ജീവിക്കുന്നവര് അവരുടെ സാഹചര്യം അനുസരിച്ച് തെറ്റുകൾ പറ്റി കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ തെറ്റുകൾ പറ്റി എന്റെ ഭാഗത്തൊരു വീഴ്ച വന്നു എന്ന് പറയുമ്പോ അതിനെ ന്യായീകരിച്ചില്ല ദാവീദ്. അതാണ് ദാവീദിന്റെ ദാവീദ് മരണം വരെ അതിനെക്കുറിച്ച് വേദനയോടുകൂടെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ ഉണ്ടായത്, അല്ലെ? നമുക്ക് ആ സങ്കീർത്തനങ്ങൾ കൊണ്ട് ഇന്ന് ലോകം മുഴുവനും നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാല് നമ്മൾ സങ്കീർത്തനം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഹൃദയഭാരത്തിന് ഒരു ഔഷധം സങ്കീർത്തനങ്ങളിൽ നമുക്ക് കിട്ടും.
അല്ലെ? അപ്പൊ അതെ. ഒരാള് മുറിവേറ്റപ്പോഴേക്കും വേദനിച്ചപ്പോ വന്ന ഔഷധമാണ് സങ്കീർത്തനങ്ങൾ. അതുകൊണ്ടാണ് ഈശോ, ഞാൻ ഒരാൾക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോ എന്നോട് ചോദിച്ചാണ്, മുറിവിൽ നിന്നും ഔഷധം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാൻ പറഞ്ഞു ആ വ്യക്തിയോട്. ഞാനത് ചോദിച്ചു, പക്ഷെ പുള്ളിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ വ്യാഖ്യാനിക്കാൻ പോയില്ല. പുള്ളി എന്നേക്കാൾ കുറച്ചും കൂടി ഉയർന്ന തലത്തില. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു, പക്ഷെ മനസ്സിലായില്ലെങ്കിൽ അതേക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ധ്യാനിക്കുക, അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെറുതെ പുള്ളിക്ക് അത് ചിലപ്പോ കുറച്ചിലായി പോയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയാനത് പോയത്. അപ്പൊ ഈ ലോകത്തില് ഇപ്പൊ എനിക്കൊരു വേദനയുള്ള ജീവിതം വന്നുകൊണ്ടാണ് എനിക്ക് കൃപയുള്ള ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചത്. അപ്പോ എന്റെ മുറിവിൽ നിന്നും ദൈവസ്നേഹത്തിന്റെ ഔഷധം ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാനുള്ള കൃപയാക്കി ദൈവം സാഹചര്യങ്ങളെ, സമയങ്ങളെ, കാലങ്ങളെ മാറ്റി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദൈവകൃപയുടെ സ്നേഹത്തിന്റെ ഔഷധം കൂട്ട് എനിക്ക് കിട്ടി. ആ കൂട്ട് ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യും. കാരണം എന്റെ കയ്യിൽ ഇരുന്നു കൊണ്ട് ഞാനത് പങ്കുവെക്കുക എന്ന് പറഞ്ഞാല്, ഇപ്പൊ എല്ലാ ഡോക്ടേഴ്സ് ഇപ്പൊ ഈ നാട്ടുവൈദ്യരൊക്കെ ചെയ്യുന്നതല്ലേ, ചെറിയ കൈമരുന്നൊക്കെ അവരുടെ ഒരു ചില മരുന്നുകള് തൊടുപുഴയില് ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററും ഇതുപോലെ തന്നെ ഓരോ ചെറുപ്പത്തിലെ പരിശീലിച്ച ഒരു വൈദ്യ രീതിയാണ്. പക്ഷെ ആ സിസ്റ്റർ ചിലപ്പോ അന്നേരം ഒന്നും ഇത്രയും വർഷം 60 വയസ്സോ ഒന്നൊക്കെ ആയിട്ടുണ്ട് സിസ്റ്ററിന്. പക്ഷെ സിസ്റ്റർ ഇപ്പോഴും ആ ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോഴായിരിക്കാം ചിലപ്പോ ആളുകളിലേക്ക് എത്താനായിട്ട് ഇടയാക്കിയത്. പക്ഷെ എന്താണ്, അന്നും ഇന്നും സിസ്റ്റർ ആ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ന് അത്യാവശ്യക്കാര് കൂടി, അന്ന് അത്യാവശ്യക്കാര് കുറവായതുകൊണ്ട് അത്രയും അറിയപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല. പക്ഷെ ഇന്ന് നമുക്ക് അത്യാവശ്യമായി മാറി. കണ്ണിന്റെ ഒരു രോഗാവസ്ഥ എല്ലാവർക്കും പിടിപ്പെട്ടു. അപ്പൊ ആ ഒരു വൈദ്യശാസ്ത്രം, അതായത് വൈദ്യം എന്ന് വെച്ചാൽ നാട്ടുവൈദ്യം, അത് അനുഗ്രഹമാക്കി മാറ്റി ഒരുപാട് പേർക്ക് ഹീലിംഗ് കിട്ടിയെന്ന് പറയുന്നു. അപ്പോ ദൈവം തന്റെ ഭക്തരുടെ മേല് എന്ത് ചെയ്യും? കാലമാനത്തോടും കരുണ വർഷിച്ചുകൊണ്ടിരിക്കും. കരുണ എന്ന് പറഞ്ഞാല് അത് നമുക്ക് അളക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ കരുണ വരണത് ഏത് വഴിയാണ്? ദൈവത്തിന്റെ കരുണ വരണത് ഏത് വഴിയാണ്? ദൈവം എന്തുകൊണ്ടാണ് നമ്മളോട് കരുണ കാണിക്കുന്നത്? സ്നേഹം കൊണ്ട്. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. സ്നേഹത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ഫ്രൂട്ടാണ് കരുണ, അല്ലെ? ഇപ്പൊ അത് നമ്മളുടെ ജീവിതത്തിലാണ്. ഇപ്പൊ നമ്മളുടെ മക്കളോ നമ്മളെ സ്നേഹിക്കുന്നവരോ നമ്മളെ വേദനിപ്പിച്ചാലും നമ്മളുടെ ഉള്ളിലും ആ വേദന ഉണ്ടെങ്കിലും നമ്മള് അത് മറച്ചു പിടിച്ച് അവരെ സ്നേഹിക്കാൻ നോക്കണതിന്റെ കാര്യം എന്താണ്? നമുക്ക് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ കരുണയുടെ ഫ്രൂട്ട് വരും. സ്നേഹമില്ലെങ്കിൽ വെറുപ്പുള്ള ഫ്രൂട്ടേ വരുള്ളൂ, വെറുപ്പിന്റെ ഫലം വരും. സ്നേഹം ഉണ്ടെങ്കിൽ കരുണ വരും, സ്നേഹമില്ലെങ്കിൽ വെറുപ്പ് വരും. മനസ്സിലായോ? നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് 24-ാമത്തെ തിരുവചന ഭാഗമാണ്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. അപ്പൊ നമ്മള് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. ഒത്തിരി നമ്മൾ ആഗ്രഹിച്ചിട്ട് ജീവിതത്തിൽ ഒരു പ്രതീക്ഷിക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നില്ല. പക്ഷെ കർത്താവ് പറയുന്ന വചനം നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കാതെ ഒരു കാര്യം നടക്കില്ല, അല്ലെ? അപ്പോ അതിന് തൊട്ടടുത്തുള്ള വചനങ്ങളുണ്ട്. സത്യമായി 23, അതായത് മർക്കോസിന്റെ സുവിശേഷം 11-ന്റെ 24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. അപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്, അല്ലെ? എന്തായാലും നമുക്ക് ദൈവം ചെയ്തു തരും. പക്ഷെ എങ്ങനെ ചെയ്തു തരും, എങ്ങനെയാണ് ഇത് ചെയ്തു തരാനുള്ള വഴി തുറക്കുക എന്നുള്ള കാര്യം അപ്പുറത്തും ഇപ്പുറത്തുള്ള വചനം വ്യക്തമായി പറയുന്നുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അപ്പൊ എന്താ വേണ്ടത്? വിശ്വസിക്കണം. വിശ്വാസം വേണം. നമ്മള് ചോദിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം. വിശ്വാസം എന്ന
വലിയൊരു ലഭി- അനുഗ്രഹമാണ് ദൈവം ഇതിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരാളോട് ഒരു കാര്യം പറയുകയാണ്, പക്ഷെ അയാൾ എന്നെ ഞാനിപ്പോ ഒരു എന്നോട് ഒരാള് പ്രയർ റിക്വസ്റ്റ് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ അന്നേരത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ചിലപ്പോ ചെറിയൊരു പ്രാർത്ഥനയായിരിക്കും പ്രാർത്ഥിച്ചേക്കണം, ചിലപ്പോ വലിയ പ്രാർത്ഥനയായിരിക്കും. അതെന്റെ ആ സാഹചര്യം അനുസരിച്ചായിരിക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് എനിക്കറിയാം, അല്ലേ? അതെ. ദൈവത്തിനും അറിയാം. അപ്പൊ അത് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് ഇതിലുള്ളത്. പക്ഷെ എന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ചിട്ടാണ്, ഒരു ലാഘവ ബുദ്ധിയോടെയാണ് നമ്മളത് എടുക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ മേഖലകളും ലാഘവ ബുദ്ധിയായിരിക്കും. അതായത് ബുദ്ധിയുടെ തലമായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പൊ സംഭവിക്കും, നമ്മള് ഈ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഈ മലയെ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. മനുഷ്യബുദ്ധിക്ക് സാധിക്കില്ല. ഇപ്പൊ നമ്മുടെ ഒരു വീടിന്റെ മുറ്റത്തൊരു വൃക്ഷം, നിലപാട് വൃക്ഷം നിൽക്കുകയാണ്. അതിനെ എടുത്ത് പിഴുതെറിഞ്ഞ് അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ട് ഇടുന്ന് പറഞ്ഞാല് തന്നെ പോവോ? ഇല്ല. പോവില്ല. പക്ഷെ കർത്താവ് പറയണത് പോവുന്നാണ്. അപ്പൊ അത്രയും നല്ല ദൃഢമായ ഒരു വിശ്വാസം എനിക്ക് വേര് പിടിക്കേണ്ടതായ കാര്യമാണ് പറയുന്നത്. അതായത് ഒരു സാധാരണ ഒരു ലൗകിക ചിന്തയോടുകൂടെ അല്ലെങ്കിൽ സ്വാർത്ഥ ചിന്തയോടുകൂടെ ഒരു നമ്മുടേതായ ബുദ്ധി കൊണ്ടുള്ള ചിന്തയോടുകൂടെയൊക്കെ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് നടക്കണമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. പക്ഷെ വിശ്വാസത്തിന് ഒരു വലിയൊരു ശക്തിയുണ്ട്, അല്ലെ? നമ്മുടെ സൂസന്ന കൊലക്കയറ് കഴുത്തിൽ വീഴാൻ സെക്കൻഡുകളുള്ള സമയത്താണ് കർത്താവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ അങ്ങനെ ഒരുപാട് ജീവിതങ്ങള് സെക്കൻഡുകൾ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ജീവിതങ്ങളുണ്ട്. അതുപോലെ കനാങ്കാരി സ്ത്രീ, ശതാധിപൻ, അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. അത് നിമിഷ നേരം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. ഒരു എന്താണ് പൈശാചിക രക്തസ്രാവക്കാരി, അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തായിരുന്നു സംഭവം? വിശ്വാസമായിരുന്നു അവരുടെ ആയുധം. വിശ്വാസം അവർക്കൊരു ആയുധം എന്താ വെച്ചാൽ വിശ്വാസം നമുക്കൊരു പരിചയമാണ്, അല്ലേ? പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, ലോകത്തിന്റെ എല്ലാവിധ ശക്തിയെ അതിജീവിക്കുവാൻ, നമ്മളിലുള്ള ദുർബലതകളെയും നികൃഷ്ടതകളെയും അതിജീവിക്കുവാൻ എല്ലാത്തിനും ഒരു വെപ്പണാണ് വിശ്വാസം. ഈ വിശ്വാസം എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടുന്നു അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധിയും ഉത്തരം കിട്ടാനായിട്ട് സമയദൈർഘ്യമില്ലാതെ ദൈവം അതിനോട് പ്രത്യുദ്ധരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അടുത്ത വചനമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അവിടെ ഒരു പ്രശ്നം കിടക്കുന്നു. ഇപ്പൊ നമ്മൾ ഭയങ്കര വിശുദ്ധിയിലാണ്, കൃപയിലാണ്, നമ്മുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾക്ക് വേണ്ടി കെണിയൊരുക്കിയ വ്യക്തികളുണ്ടാവാം, നമ്മളെ ദ്രോഹിക്കുന്നവരുണ്ടാവാം, നമ്മളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ചട്ടം കൂട്ടിയിട്ടുള്ളവരുണ്ടാവാം. പക്ഷെ അവരെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഈ അറിവ് നമ്മളുടെ സ്നേഹത്തിന് എന്താക്കിയിട്ടുണ്ട്? സ്നേഹത്തിന് വിള്ളലേൽപ്പിച്ചിട്ടുണ്ട്, മുറിവാക്കിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ മുറിവോടുകൂടെയാണ് ചിലപ്പോ നമ്മൾ വേദനിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കർത്താവ് പറയും, നീ അവനോട് പോയി ക്ഷമിക്കുക, അല്ലെങ്കിൽ നീ ആ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിനോട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോ നമ്മൾ പറയും, എനിക്കത് പറ്റുന്നില്ല, കാരണം അവൻ എന്നെ അത്ര അധികം ദ്രോഹിച്ചിട്ടുണ്ട്, അത്ര എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് മറക്കാൻ പറ്റാത്ത വേദനയാണത്, ഓർത്താൽ എനിക്ക് ഭയങ്കര വിഷമമാണ്, അത് എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്നൊക്കെ പറയും, അല്ലെ? ചില സാഹചര്യങ്ങള് നമുക്കത് അത് നമ്മൾ മറച്ചു വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ. അപ്പോ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യും? ദൈവത്തിന് ഇങ്ങനെ കയ്യിലോട്ട് തരാൻ പറ്റുന്നില്ല. തരാൻ പറ്റാത്തതിന്റെ കാര്യം നമ്മുടെ ഹൃദയത്തിലുള്ള വേദനകളും മുറിവുകളുമാണ് കർത്താവ് കാണുന്നത്. അപ്പൊ അത് സൗഖ്യപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ ഈ അനുഗ്രഹത്തിന്റെ യോഗ്യതയിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോ ദൈവം ഇങ്ങനെ കയ്യിൽ പിടിച്ച് എത്ര നേരം ഇരിക്കും? അപ്പോഴാണ് ഈശോ പറയണത്,
ക്ഷമിച്ചാൽ മാത്രമേ നിനക്ക് അത് സാധിക്കൂ. നിനക്ക് എന്തോരം രോഗങ്ങളാണല്ലേ മനുഷ്യരുടെ ശരീരത്തിൽ വിട്ടുപോയേക്കുന്നത്. എത്രയോ ബന്ധനങ്ങളാണ് ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നൊക്കെ വിട്ടുപോയേക്കുന്നത്. എങ്ങനെ? ക്ഷമിച്ചത് കൊണ്ടാണ്. സ്വർഗത്തിലോട്ട് ചെല്ലണമെങ്കിൽ പോലും നമുക്ക് ക്ഷമയുടെ ഏറ്റവും പ്യൂരിറ്റി ഇല്ലാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ സ്വർഗത്തിലേക്ക്, ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളിലുള്ള ചില ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാല് ജീവിച്ചിരിക്കുമ്പോ അനുഭവിച്ച പലവിധ മാരകമായ ഹൃദയ മുറിവുകളുണ്ട്. അവരത് ചിലപ്പോ അതിനെ അതിജീവിക്കുവാനായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നും ചെയ്യുന്ന വെച്ചാല് അവർക്ക് ക്ഷമ കൊടുക്കുക, ക്ഷമ സ്വീകരിക്കുക, ഇത് രണ്ടും ഒരേപോലത്തെ എഫക്റ്റാണ്. ക്ഷമിക്കുക, ക്ഷമ സ്വീകരിക്കുക. ഞാനിപ്പോ ഒരാളെ എന്നെ ദ്രോഹിച്ചു, ഞാൻ ഹൃദയം കൊണ്ട് സഹിച്ചു, അതിനെ ഞാൻ മറന്നു. പക്ഷെ അത് ക്ഷമ കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർണമായ ക്ഷമ, ഞാൻ ആ വ്യക്തിയെ മറന്നുപോയി എന്ന് പറഞ്ഞാല് അതിനെ പിന്നെ ഓർക്കാൻ പറ്റാത്ത വിധത്തിലൊരു പൂർണമായ ഒരു ക്ഷമയുടെ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആത്മാവിനെ സംബന്ധിച്ച് രക്ഷപ്പെടാനുള്ള ഏകമാർഗം. ചില രോഗങ്ങള് വിട്ടൊഴിഞ്ഞു പോകുന്നതിന്റെ ഒരു ബന്ധനാവസ്ഥയൊക്കെ വിട്ടൊഴിഞ്ഞു പോകുന്നതിന്റെ ഒരു കാര്യം ക്ഷമിക്കാതെ എന്ന് കഴിഞ്ഞാല് പിശാചിന് നമ്മളെ ഭീകരമായ അടിമത്തത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കും. ക്ഷമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പല അവസ്ഥകളും എനിക്ക് എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് ക്ഷമയുടെ നെല്ലിപ്പലക പോലും കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മള് മലയാളികൾ പറഞ്ഞൊരു വാക്കാണ് ക്ഷമയുടെ നെല്ലിപ്പലക. അതെന്ത് പലകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഇങ്ങനെ പറയാറുണ്ട്. അത് അത്രയും നമ്മള് അങ്ങോട്ട് ചവിട്ടി തേച്ച് ശരിക്കും പറഞ്ഞ നിക്കാനുള്ള ആ ഒരു അവസ്ഥ പോലും ഇല്ല. നമ്മളെ തളർത്തി നശിപ്പിച്ച് പരിശുദ്ധമ്മയുടെ ആ ഒരു ബുക്കിലുണ്ടല്ലോ, കരുണയുടെ നാഥയെ മക്കളോട് സംസാരിക്കുക. ചെറുതാവുക എന്ന് പറഞ്ഞാല് എന്താണ്? ഇല്ലാതാവുക എന്നുള്ളതാണ്. ഒന്നുമില്ലാതാവുക, അതായത് ചവിട്ടി തേച്ച് അരക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം അഴുകി തീർന്നതാണ് ആര്? പരിശുദ്ധ അമ്മയും ഈശോയും, അല്ലെ? അതുപോലെ ചവിട്ടി തേച്ച് അരച്ച് ഭൂമിയോളം താഴ്ന്നതാണ് ഈശോയും അമ്മയും. ഇവരൊന്നും ചെയ്യാതെ അല്ലേ നമ്മളോട് ചെയ്യാൻ പറയണത്. അതുകൊണ്ടാണ് ക്രിസ്തീയതയുടെ ഒരു വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റ് മതസ്ഥരെയൊക്കെ എത്ര ഇതാണെങ്കിലും ഇപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും അവര് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ ക്രിസ്ത്യാനികള് എന്തെല്ലാം പ്രതിസന്ധികൾ കൂടി പോയാലും വളരെ ഒരു തണുത്ത പ്രതികരണം മാത്രം ഉണ്ടാവാറുള്ളൂ. അപ്പോ എന്താന്ന് വെച്ചാൽ ഒരു ക്രിസ്തീയ സ്വഭാവം ആണ് അതിന്റെ ഒരു അടയാളം. പക്ഷെ കർത്താവ് പറയുന്നുണ്ടല്ലോ, എന്താണ്? പ്രതികാരം എന്റേതാണ്, പ്രതികാരം എന്റേത്. ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് പ്രതികരിക്കാൻ മുട്ടിയിട്ട് ഞാൻ പറയും ഞാൻ മിണ്ടൂല. പക്ഷെ കർത്താവ് മിണ്ടോ ചോദിക്കും ഞാൻ കർത്താവിനോട്. കർത്താവ് ചോദിക്കോ, പറയോ, ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കും എന്ന് പറയും. പക്ഷെ നമുക്ക് ഇങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു ഒരു മുട്ടലുണ്ടല്ലോ, ആ മുട്ടലിനെ അടക്കി നിർത്തണമെങ്കിൽ സഹായിക്കാൻ ദൈവം തന്നെ വേണം. കാരണം നമ്മുടെ നാവൊന്നും പെട്ടെന്നൊന്നും അടങ്ങിയിരിക്കാനില്ല. നമുക്ക് പ്രതികരണ ശേഷി ഇത്തിരി കൂടുതല. പക്ഷെ കർത്താവ് അതിനേലും വലിയ പ്രതികരണ ശേഷിയുള്ള ആളാണ്. പക്ഷെ കുരിശിൽ കിടന്ന് പോലും കർത്താവ് പ്രതികരിച്ചില്ല. പ്രതികരിച്ച കർത്താവിന്റെ പ്രതികരണം ഈ ഭൂമിയെ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ഭൂമിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല കർത്താവിന്റെ പ്രതികരണം. അത്ര പവർഫുൾ ആണ്. നമ്മളൊക്കെ പ്രതികരിച്ച എന്തുണ്ട്? ഒരാൾ അനങ്ങാൻ പോണില്ല, ഒരാൾക്ക് ഒരു കുലുക്കവും വരില്ല, ഒരാളുടെ രോമം പോലും കൊഴിഞ്ഞു വീഴില്ല. പക്ഷെ കർത്താവിന്റെ ഒരു ശ്വാസം പോലും ഈ ഭൂമിയുടെ താളം നിന്ന് തെറ്റിക്കുവാൻ ശക്തിയുള്ളതാണ്. ഇല്ലേ? ആണോ? കേൾക്കുന്നില്ല? അതായത് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മളുടെ ഓരോ ശ്വാസത്തിന് പോലും ദൈവത്തിന്റെ ശ്വാസം പോലെയല്ല. നമ്മള് എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ആർക്കും ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല, അല്ലെ? നമ്മളിപ്പോ നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും അവര് അവരുടേതായ രീതിയിൽ അങ്ങനെ ജീവിക്കും. അവരൊക്കെ നല്ല സുന്ദരമായി ജീവിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എന്താണ്? ദൈവം അങ്ങനെയല്ല. ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ മാറി നോക്കി നിന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ ശക്തി പ്രകടമാകുന്നത് നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കണ്ണുകളെ തുറപ്പിക്കും, വിശ്വാസത്തെ തുറപ്പിക്കും.
ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. അതുകൊണ്ടാണ് ഹബക്കൂക്ക് 1:5 പറയുന്നത്, വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ഞാൻ നിന്റെ നാളുകളിൽ ചെയ്യും. അപ്പൊ എന്തുണ്ടാവണം? എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം വേണം,